ഇന്ന് രാവിലെ തന്നെ ഇതാണ് പരിപാടി ഇട്ടാ. എന്താന്ന് മനസ്സിലായ? നമ്മുടെ നാട്ടിൽ ഇപ്പോൾ വിഷു ഒക്കെ ആവാനായിട്ടുണ്ടല്ലോ. ഏപ്രിൽ 14 തീയതി വന്നാൽ വിഷു ആണല്ലോ. അപ്പോൾ ആ ടൈമായി കഴിഞ്ഞാൽ ഈ വിഷുവിൻ്റെ ഈ കണിക്കൊന്നൊക്കെ പൂത്ത് നിൽക്കും. അപ്പോൾ എൻ്റെ വീടിൻ്റെ അടുത്ത് ഒരുപാട് ഇങ്ങനെ പൂത്ത് നിൽക്കുന്നുണ്ട്. അപ്പോൾ ഉമ്മ നേരം വെളുക്കുമ്പോൾ തോട്ടിയൊക്കെ എടുത്തിട്ട് അത് പൊട്ടിക്കാൻ വേണ്ടി പോയി. അപ്പോഴാണ് എനിക്കിങ്ങനെ ഉദിച്ചത്, എന്തുകൊണ്ട് നമുക്ക് ഇതുകൊണ്ട് സോപ്പ് ഉണ്ടാക്കിക്കൂടാന്ന്. നമ്മൾ വീഡിയോസിലൊക്കെ പലരും ഉണ്ടാക്കിയിട്ട് കാണാറുണ്ട്. ഇത് പല നാട്ടിലും ഇതിന് പല പേരാണ് പറയുക. ആവാരം പൂവ്, അതുപോലെ തന്നെ വിഷുക്കണിക്കൊന്ന എന്നൊക്കെ പറയണേക്കാം. അപ്പം ഞങ്ങളവിടെയൊക്കെ ഇത് വിഷുക്കണിക്കൊന്ന എന്നാണ് പറയുക. അതുപോലെ ആവാരം പൂവ് എന്ന് പറഞ്ഞപ്പോഴാണ് പിന്നീടാണ് എനിക്കത് മനസ്സിലായത്. അപ്പം നമ്മൾ ഒരുപാട് ഇത് കട്ട് ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് എങ്ങനെ സോപ്പ് ഉണ്ടാക്കുക എന്നുള്ളത് നോക്കിയാലോ. ഹലോ, അസ്സലാമു അലൈക്കും. അപ്പം നമുക്ക് ഒരു പാത്രം ഫുള്ളായിട്ട് ഈ കൊന്നപ്പൂവിൻ്റെ ഇത് കിട്ടിയിട്ടുണ്ട്. അതായത് ആവാരം പൂവ് നമുക്കൊരു പാത്രം ഫുള്ളായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ 1 കിലോ ബേസിൽ വെച്ചിട്ടാണ് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ അരച്ചപ്പോൾ എനിക്ക് 2 കിലോ ബേസിലേക്കുള്ള സാധനം കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചിരുന്ന 2 കിലോ ഉണ്ടാക്കാമെന്ന്. അപ്പോൾ ആദ്യം തന്നെ 1 കിലോ ഉണ്ടാക്കുന്നതാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. അപ്പോൾ ഇത് നന്നായിട്ട് ആ പൂവ് നന്നായിട്ട് കഴുകിയിട്ട് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായി നമ്മളത് അരച്ചെടുക്കുക. അരച്ചെടുക്കുമ്പോൾ നമ്മൾ ഒട്ടും തന്നെ വെള്ളം ചേർക്കരുത്. അതിന് പകരം നമ്മൾ നമ്മുടെ കയ്യിൽ റോസ് വാട്ടർ, അതുപോലെ തന്നെ DM വാട്ടർ, അതുപോലെ ഗ്ലിസറിൻ, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് വെച്ചിട്ട് വേണം നമ്മളിത് അരച്ചെടുക്കാൻ. അല്ലാണ്ട് നമ്മൾ സാധാ വെള്ളം കൊണ്ട് അരച്ചു കഴിഞ്ഞാൽ പിന്നെ സോപ്പ് കുറച്ച് ദിവസമൊക്കെ കഴിയുമ്പോൾ കേടുവരും. അപ്പോൾ അതുകൊണ്ട് അത് ശ്രദ്ധിക്കുക. അപ്പോൾ ഈ ഏതെങ്കിലും വെള്ളം നിങ്ങളുടെ കയ്യിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ, അതായത് റോസ് വാട്ടർ, അതുപോലെ DM വാട്ടർ അല്ലെങ്കിൽ ഗ്ലിസറിൻ ഏതെങ്കിലുമൊക്കെ നിങ്ങളുടെ കയ്യിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് വെച്ചിട്ട് വേണം നിങ്ങളിത് അരച്ചെടുക്കാൻ. അല്ലാണ്ട് ഒട്ടും സാധാ വെള്ളം ചേർത്ത് പോവരുത്. ഇനി നമ്മൾ ഇത് നന്നായിട്ട് അരച്ചെടുത്ത് വരാം. അപ്പോൾ നന്നായി പേസ്റ്റ് രൂപത്തിലൊന്നും നമുക്കിത് അരച്ച് കിട്ടില്ല. കാരണം അതിനുള്ള മെറ്റീരിയൽസ് ഇല്ലത്, കുറച്ച് മാത്രമാണ് നമുക്ക് ആവശ്യമായിട്ട് വരുന്നുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ചാണ് നമുക്ക് ആവശ്യമായിട്ട് വരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ നമുക്കിത് നന്നായി അരഞ്ഞ് കിട്ടില്ല. എന്നാലും ഏകദേശം കുഴപ്പമില്ലാത്ത രീതിയിൽ കുറച്ച് കട്ടകളൊക്കെ ആയിട്ട് നമുക്ക് അരഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊരു 42 ഗ്രാം 42 ഗ്രാമോളാണ് ഞാൻ ഈ ഒരു കൂട്ട് എടുത്തിട്ടുള്ളത്. ആ ഒരു കൂട്ട് നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതേ അളവിൽ തന്നെയാണ് വീണ്ടും നമ്മൾ 1 കിലോനും കൂടെ ആക്കാൻ വേണ്ടിയിട്ട് മാറ്റി വെച്ചിട്ടുള്ളത്. ഇനി നമ്മുടെ കയ്യിൽ ഏത് ഫ്രാഗ്രൻസ് ഓയിലാണോ ഉള്ളത് വെച്ചെങ്കിൽ അത് നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. ഞാനിപ്പോൾ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത് ജാസ്മിൻ്റെ ഫ്രാഗ്രൻസ് ഓയിലാണ് ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഏതാണോ ഉള്ളത് വെച്ചെങ്കിൽ അതിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിത് എന്ത് ചെയ്യാം, എല്ലാ മോൾഡിലും നമുക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഒരു 2 മണിക്കൂർ നമുക്കിത് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം. ഇപ്പം നമ്മൾ എല്ലാ മോൾഡിലും ഇത് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കൊരു 2 മണിക്കൂർ ഇത് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം. എന്നിട്ട് നമുക്ക് 2 മണിക്കൂറിന് ശേഷം ഒന്ന് റിമൂവ് ചെയ്തിട്ട് നോക്കാം. അപ്പോൾ ഞാൻ റിമൂവ് ചെയ്തിട്ട് കാണിച്ചു തരാം കേട്ടോ. ഇപ്പോൾ 2 മണിക്കൂറായിട്ടുണ്ട്. നമ്മുടെ സോപ്പൊക്കെ നന്നായിട്ട് സെറ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോന്നായിട്ടും മോൾഡിൽ നിന്ന് നമുക്ക് റിമൂവ് ചെയ്തിട്ട് മാറ്റിയെടുക്കാം. അപ്പോൾ നല്ല പെർഫെക്റ്റോട് കൂടെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. കാരണം നമ്മൾ ചേർക്കുന്ന ജ്യൂസിൻ്റെ അളവാണെങ്കിലും അതുപോലെ തന്നെ എന്ത് അളവാണെങ്കിലും അത് നമുക്ക് കറക്റ്റായി കഴിഞ്ഞാൽ നമുക്ക് നല്ല പെർഫെക്റ്റായിട്ട് നല്ല സോപ്പ് നമുക്ക് കിട്ടും. അതുപോലെ തന്നെ എടുക്കുന്ന ബേസും അത് നല്ല ക്വാളിറ്റി ഉള്ള ഫസ്റ്റ് ബേസ് ആണെന്നുണ്ടെങ്കിലും നമുക്ക് നല്ല അടിപൊളി നല്ല പെർഫെക്റ്റോട് കൂടെയുള്ള സോപ്പ് കിട്ടും. അപ്പോൾ കണ്ടില്ലേ, എന്ത് നല്ലൊരു ഇതില്ല, നമുക്ക് കാണുമ്പോൾ തന്നെ കഴിക്കാൻ തോന്നുക. അത്രയും നല്ലൊരു ഭംഗിയിലാണ് നമുക്ക് ഈ സോപ്പ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ സോപ്പിൻ്റെ സാധനങ്ങളാണെങ്കിലും അതുപോലെ തന്നെ ഫ്രാഗ്രൻസ് ഓയിൽ, കളറുകൾ, മോൾഡുകളൊക്കെ എന്ത് ആണെങ്കിലും അത് നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ്. അപ്പോൾ ആവശ്യക്കാരുണ്ട് എന്നുണ്ടെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് അയക്കുക. നമ്മൾ 5 കിലോനും 10 കിലോനൊക്കെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു 3 ദിവസത്തിന് നമ്മൾ ഓഫർ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആവശ്യക്കാരുണ്ട് എന്നുണ്ടെങ്കിൽ അതിൽ മെസ്സേജ് അയക്കുക. നമ്പറിൽ മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ നമ്മൾ പോസ്റ്റ് വഴി നിങ്ങളുടെ വീട്ടിൽ എത്തിച്ചു തരും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നല്ലൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരാം. അതുവരേക്കും ബൈ ബൈ.